അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അങ്ങനെ മാലിക് എന്ത് ചെയ്തു? പൂവണിഞ്ഞ സ്വപ്നമെന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 19-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മാലിക് എന്താണ് ചെയ്തതെന്നറിയുമോ? ഒന്നാമത്തെ കാഴ്ച അവിടെ നിർത്തിവെച്ചു. എന്നിട്ട് പിന്നെ ഒരു ഐഡിയ ചെയ്ത് എന്താണ്, എല്ലായിടത്തു കൂടിയും പരസ്യമാക്കി. ഇതങ്ങനെ ഒരു അടിമനെ കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം എല്ലാ ഭാഗത്തും പരസ്യമാക്കി. അങ്ങനെ വരവ് ജനം രാപ്പകൽ തരമുരയാൻ തോതില്ല, പല പല ഊരിനും ഈ കഥ അറിവായേ. അതിൽ പെരുത്ത കക്ഷിയും മികത്ത ലക്ഷ പ്രഭുക്കളാം വന്തോരും മിശ്രണവായേ. അങ്ങനെ എല്ലാ ഭാഗത്തും പത്രപരസ്യം ചെയ്തു. ഇങ്ങനെ ഒരു അടിമയെ വിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്ത എല്ലാ ഭാഗത്തും അറിഞ്ഞു എന്ന് മാത്രമല്ല, പല പ്രഭുക്കളും രാജാക്കന്മാരും അതാ മിസ്റിലേക്ക് ഒഴുകി തുടങ്ങിയെന്ന് മാത്രമല്ല, രണ്ടാമത്തെ വിൽപ്പനയ്ക്ക്. കാരണം ആളുകളൊക്കെ മരിച്ചാൻ തുടങ്ങിയപ്പോൾ ആ വിൽപ്പന അവിടെ സ്റ്റോപ്പാക്കി. ഇനി ഇത് തൂക്കി വിൽക്കലേ നടക്കുള്ളൂ, ഇത് പൊന്നി പിരിച്ചിട്ടൊന്നും കാര്യം നടക്കൂല എന്ന് മനസ്സിലാക്കിയ അസീസ് രാജാവ് മാലിക് എന്ത് ചെയ്തു എന്നറിയുമോ? ഇങ്ങനെ പത്രമുഖേന പരസ്യം കൊടുത്ത് അങ്ങനെ പല ഭാഗത്തു നിന്നും ആളുകൾ വരാൻ തുടങ്ങി. മിസ്റിൻ്റെ അധിപനായ അതാ അസീസ് രാജാവും സുലേഹയുമായി യഥാക്ക അവിടേക്ക് വരികയാണ്. ആ രംഗമാണ് ഇനി കവി വിവരിക്കുന്നത്. അരശിസുലൈ ഹായൻ്റെ പുരുഷിയറിന്ത വാർത്ത, അരിമയുടെ തന്മാരൻ അരശനിൽ വിണ്ടേ. സദയം നമുക്കും വന്ദിനം ശരിക്ക് സുന്ദര അടിമനെ കാണാൻ പോണം പുരുഷരയുണ്ടേ. ഈ വാർത്ത സുലൈഖയുടെ ചവിട്ടിൽ മുമ്പ് എത്തിയിരുന്നല്ലോ. ഇനി കൊണ്ടുപോകാമെന്ന് പറഞ്ഞതനുസരിച്ച് അസീസ് രാജാവ് തൻ്റെ പരിവാരങ്ങളും തൻ്റെ ഭാര്യയായിരിക്കുന്ന സുലൈഖയും ഒന്നിച്ചുകൊണ്ട് മാലിക് കൊണ്ടുവന്ന ആ സുന്ദരനായ അടിമയെ കാണാൻ വേണ്ടി മിസ്റിലേക്ക് തിരിക്കുകയാണ്. രംഗമാണ് ബഹുമാനപ്പെട്ട അന്തറോദി മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. അറിയനിയും ആരംഭ തിരുനബിനാവാങ്ങാനായി അനവധി പേർ ആശയിത്ത് വരുകവെ നീർത്തേ. കുറിദിനം മടുത്ത് ചന്തമിൽ പെരുത്ത് മുന്തിയ അരിമലിബാസാൽ തങ്ക തരുള ചമയിത്തേ, തരുള ചമയിത്തേ. കിരീടവും ചൂടിപ്പിൻ സ്വർണ്ണമിനാൽ ജീനിട്ടെ കിരണവിമാനം ഉണ്ടിൽ നബിയാരെ കേറ്റി. ഇപ്പൽ മൊളിന്തതൊക്കെ പുലർന്ന് ഹക്കായി കനിവുകളും കന്നവുകളും എണ്ടാറ്റൽ ഫർഹിലെ ചാറ്റി. അങ്ങനെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇനി സുലൈഖയെ കൊണ്ടുപോവുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ഫസ്റ്റിൽ പോയപ്പോൾ എന്നെ പിന്നെ വന്നിട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. ഇനി കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അറിയനിയും ആരംഭ തിരുനബിനെ വാങ്ങാനായി അനവധി പേരാശിത്ത് വരുകവെ നീർത്തേ. നമുക്കും ആ സുന്ദര അടിമനേക്കാൾ സുന്ദരനായിരിക്കുന്ന അടിമയെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് സുലൈഖ ചാടിപ്പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ അവരെല്ലാവരും അതാ മിസ്റിലെ അസീസ് രാജാവും അതുപോലെ തന്നെ തൻ്റെ പരിവാരങ്ങളും തൻ്റെ പൊണ്ടാട്ടിയും അതാ മാലിക്കിൻ്റെ അടിമയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ മാലിക് മുമ്പത്തെ പോലെയല്ല, കിരീടമൊക്കെ ചൂടിക്കൊടുത്ത് ഒന്നുകൂടി ഉഷാറാക്കി. കാരണം ഇത് ലാസ്റ്റ് വിൽപ്പനയാണെന്ന് മാലിക്കിനറിയാം. അതുകൊണ്ട് ഇതിലൊരു കിട്ടേണ്ടതൊക്കെ ഇതിൽ കിട്ടണം. അതുകൊണ്ട് എങ്ങനെയാണോ അടിമയെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിച്ചെങ്കിൽ, എങ്ങനെയാണോ മോടി പിടിപ്പിക്കേണ്ട രൂപച്ചങ്ങ് അതൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് ഇങ്ങനെ അതാ സ്റ്റേജിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ മരുതകരാം മാലിക്കിൻ നിരതിയിൽ പേർ മധുമലരെ